ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും തിരക്കിലായിരിക്കും. വീട്ടിലാണെങ്കിൽ വീട്ടുജോലികളുടെ തിരക്ക്, ഓഫീസിലാണെങ്കിൽ വർക്ക് സംബന്ധമായിട്ടുള്ള തിരക്ക്, അതുമല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും തിരക്കിലായിരിക്കും. ഈ തിരക്കിനിടയിൽ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ടുള്ള 6 റെസ്റ്റുകളെക്കുറിച്ച്, അതായത് 6 വിശ്രമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് റെസ്റ്റ്, ദ മെയിൻ റെസ്റ്റ്, മെൻ്റൽ റെസ്റ്റ്, മാനസികമായിട്ടുള്ള വിശ്രമം. മെൻ്റൽ റെസ്റ്റ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു മെഡിറ്റേഷനിലൂടെ നമുക്ക് മെൻ്റൽ റെസ്റ്റ് എടുക്കാം. അതുമല്ലെങ്കിൽ മോർണിംഗിലോ ഈവനിങ്ങിലോ ഒരു ക്വയറ്റ് വാക്ക്, അതിലൂടെയും നമുക്ക് മെൻ്റൽ റെസ്റ്റ് കിട്ടും. രണ്ടാമത്തത് ഫിസിക്കൽ റെസ്റ്റ്. ഫിസിക്കൽ റെസ്റ്റ് പേരുപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള വിശ്രമത്തിന് ഏറ്റവും പ്രധാനം നല്ല ഉറക്കം തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ഉറക്കത്തിലൂടെ നമുക്ക് നന്നായിട്ട് ഫിസിക്കൽ റെസ്റ്റ് കിട്ടും. അതുമല്ല എന്നുണ്ടെങ്കിൽ ജെൻറ്റിലായിട്ടുള്ള എക്സസൈസസ്, വളരെ ഹെവി ആയിട്ടുള്ളതല്ല, വളരെ ജെൻറ്റിലായിട്ടുള്ള എക്സസൈസസിലോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള സ്ട്രെച്ചസ് വഴി നമുക്ക് ഫിസിക്കൽ റെസ്റ്റ് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് സോഷ്യൽ റെസ്റ്റ്. സോഷ്യൽ റെസ്റ്റ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ ഒന്ന് മാറി നമ്മൾ ഒറ്റയ്ക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിനാണ് സോഷ്യൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയം നമുക്കൊരു മ്യൂസിക് കേട്ടോ അല്ലെങ്കിൽ ഒരു കപ്പ് കോഫി കുടിച്ചോ സമയം ചിലവഴിക്കാം. ഒറ്റയ്ക്ക് കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിനാണ് സോഷ്യൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 1-2 ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. അതും സോഷ്യൽ റെസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് വൺ ഈസ് ഇമോഷണൽ റെസ്റ്റ്. പേരുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സിന് വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന റെസ്റ്റിനെയാണ് ഇമോഷണൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമുക്കിന്ന് വയ്യ, മെൻ്റലിയും ഫിസിക്കലിയും വി ആർ ടയേർഡ്. അങ്ങനൊരു സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതായിട്ടുള്ള ഏതൊരു ജോലിക്കും നമുക്കൊരു നോ പറയാം. അത് നമ്മുടെ ഫീലിങ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ എടുക്കുന്ന വിശ്രമങ്ങളെയാണ് ഇമോഷണൽ റെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് സെൻസറി റെസ്റ്റ്. സ്ക്രീൻ ടൈം ഓഫ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈല്, ടാബ്, കമ്പ്യൂട്ടർ, TV എന്നിവയെല്ലാം ഒന്ന് മാറ്റിവെച്ച് ഒരു ബുക്ക് വായിക്കാനോ നമ്മുടെ പേഴ്സണൽ കെയറിനോ അതുമല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് സമയം ചിലവഴിക്കുന്നതിനാണ് സെൻസറി റെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് 6th റെസ്റ്റ്, സ്പിരിച്വൽ റെസ്റ്റ്. ദൈവികമായിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്, ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ സ്പിരിച്വൽ റെസ്റ്റിൽ പെടും. അതുമല്ല എന്നുണ്ടെങ്കിൽ ക്വയറ്റ് ആയിട്ടുള്ള, ഒരുപാട് തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ഒരു ക്വയറ്റ് പ്ലേസിൽ പോയി ഒറ്റയ്ക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും സ്പിരിച്വൽ റെസ്റ്റിൽ നമുക്കെടുക്കാം. ഈ 6 റെസ്റ്റുകളും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഇത് ഒരുപോലെ അത്യാവശ്യവുമാണ്. ഈ റെസ്റ്റുകളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഹെൽപ്ഫുള്ളായി, ഏതൊക്കെ തരത്തിൽ ബെനിഫിറ്റായി എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കോമെൻറ്റിൽ അറിയിക്കുകയും വേണം. ഓക്കെ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. Bye.